ഡോക്ടർ സ്മിത യേശുവൻ, ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് ആയുർവേദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ. ഇന്ന് നാം കൈകാര്യം ചെയ്യുന്ന വിഷയം, ഒരു കുഞ്ഞ് ജനിച്ചാൽ 1 വയസ്സുവരെ അല്ലെങ്കിൽ ഒരു 6 മാസം വരെ ഒരു സോളിഡ് ഫുഡ് കഴിക്കുന്നത് വരെ നമ്മൾ എങ്ങനെയാവണം അവരെ പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്, എത്ര നാൾ വരെ നമ്മളവർക്ക് എണ്ണ തേച്ചുള്ള കുളിയും മറ്റു കാര്യങ്ങളിലേക്കുമൊക്കെ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കണം, എങ്ങനെയാവണം അവരുടെ പരിചര്യ എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ സമയം മുതൽ തന്നെ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ ഉണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഏതൊരു ടിൻ ഫുഡിനേക്കാളും ഏറ്റവും പ്രധാനം മുലപ്പാൽ തന്നെയാണ്. അതിലൂടെ കിട്ടുന്ന ഇമ്മ്യൂണിറ്റി ഒരിക്കലും മറ്റൊരു ഫുഡിലൂടെയും ആ കുഞ്ഞിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗർഭിണി പരിചര്യയാണ് ആയുർവേദ രീതിയിൽ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളതെങ്കിൽ 8-ാം മാസം മുതൽ തന്നെ അമ്മയുടെ പാല് വന്നു തുടങ്ങും. അപ്പോൾ കൃത്യമായിട്ടും ഈ കുഞ്ഞ് ജനിക്കുമ്പോൾ അമ്മയ്ക്ക് പാല് കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അത്തരത്തിലാവണം നമ്മുടെ ഗർഭിണി പരിചര്യം. കൃത്യമായിട്ടും പാല് കൊടുത്ത് പലപ്പോഴും 2 വയസ്സ് കൊണ്ട് പാല് കൊടുക്കൽ അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ 3 വയസ്സ് കൊണ്ട് അവസാനിപ്പിക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള ഒരു ടോക്ക് നടക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ഒരു അഭിപ്രായം, കഴിയുന്നതും 3 വയസ്സ് വരെ എന്നാണ് നമ്മൾ ആ കുഞ്ഞിനെ സ്കൂളിലേക്ക്, കാരണം ഒരു പ്രീ KG നമ്മൾ അയക്കുന്നത്, അതുവരേക്കും നമ്മൾ കുഞ്ഞിന് മുലപ്പാൽ കൃത്യമായും കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും ഒരു 2 വയസ്സ് കഴിയുമ്പോൾ അതൊന്ന് നിർത്താനുള്ള ഒരു രീതി കാണുന്നുണ്ട്. മിനിമം ഒരു 2 വയസ്സ് അല്ലെങ്കിൽ 2.5 വയസ്സ് വരെ എങ്കിലും കൊടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം. പലപ്പോഴും അമ്മ വർക്കിംഗ് ആവുമ്പോൾ അമ്മയ്ക്ക് ഇതിനൊന്നും സമയം ഉണ്ടാവില്ല, ഈ ഒരു ഓട്ടത്തിരക്കിലാണ്. പിന്നെ പ്രത്യേകിച്ചും പലരും അവരുടെ ശരീരം ക്ഷീണിക്കും, അമ്മയുടെ ശരീരം മോശമാവും എന്നൊക്കെ വിചാരിച്ചിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാത്ത അമ്മമാരെയും ഞങ്ങൾ കാണാറുണ്ട് OP-യിൽ. ശരിക്കും അമ്മയുടെ മുലപ്പാൽ നിഷേധിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പാപമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് പാടില്ല. ആ കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റിക്ക്, ആ കുഞ്ഞിനോട് സ്നേഹം ഉണ്ടെങ്കിൽ, അതിന് നല്ലൊരു ആരോഗ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ മുലപ്പാൽ കൃത്യമായിട്ടും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കറിയാം, ഒരു 2 മണിക്കൂറിൽ ഒരിക്കൽ തന്നെ നമ്മൾ കുഞ്ഞിന് പാല് കൊടുക്കണം. ഒരിക്കലും കിടന്ന് പാല് കൊടുക്കരുത്. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? എണീറ്റിരുന്ന്. പക്ഷേ അപ്പോഴും അമ്മയുടെ ശരീരവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിയുമെങ്കിൽ ഒരു സപ്പോർട്ടോടുകൂടി ഒരു കസേരയിലോ അല്ലെങ്കിൽ കട്ടിലിരിക്കുകയാണെങ്കിലോ പില്ലോ വെച്ച് ചാരിയിരുന്ന് ബാക്ക് സപ്പോർട്ട് നന്നായിട്ട് കൊടുത്തിട്ട് കാലുയർത്തി വെച്ച് ചേർന്നിരുന്ന് കുഞ്ഞിനോട് വാത്സല്യത്തോടെ കുഞ്ഞിനെ കംഫോർട്ടബിളായിട്ടുള്ളൊരു പോസ്ചറിൽ കുഞ്ഞിനെ പിടിച്ച് വേണം പാല് കൊടുക്കുവാനായിട്ട്. കുഞ്ഞിൻ്റെ മൂക്കുകൾ അടഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ വേണം അതിന് പാല് കൊടുക്കാൻ. അല്ലാത്ത പക്ഷം അതിങ്ങനെ ഉറങ്ങിപ്പോവും, അത് പാല് കുടിക്കില്ല. പല അമ്മമാരും പറയുന്ന ഒരു വിഷമമാണ്, കുഞ്ഞങ്ങ് ഉറങ്ങിപ്പോവും, ഞാനെങ്ങനെ പാല് കൊടുക്കാനാ, പിന്നെ കരയുമ്പോൾ പാല് കൊടുക്കും. അത് തന്നെ ഒരു ഡിമാൻഡിങ് ആണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ, കാരണം നമ്മൾ ഈ ചെറിയ കാലയളവിൽ തന്നെ കുഞ്ഞുങ്ങളെ ക്യാരക്ടർ മോൾഡിങ്ങും ഇതിനകത്ത് തന്നെ വരികയാണ്. അപ്പോൾ ഈ കരയുമ്പോഴെല്ലാം പാല് കൊടുക്കുക എന്നുള്ളൊരു രീതിയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞുങ്ങൾ കരയുന്നത് പാല് കുടിക്കാൻ വേണ്ടി മാത്രമല്ല. എന്തെങ്കിലും ഒരു ഉറുമ്പ് പോലുള്ള എന്തെങ്കിലും ഒരു ഇൻസെക്ട് ബൈറ്റ് ഉണ്ടായാലും കുഞ്ഞ് കരയും. നല്ലോണം തണുത്താൽ കുഞ്ഞ് കരയും. കുഞ്ഞിൻ്റെ കാലുകളൊക്കെ പൊതിഞ്ഞ് വെക്കണം എന്ന് പീഡിയാട്രീഷ്യൻസ് എപ്പോഴും നമ്മളോട് പറയാറില്ലേ. അല്ലെങ്കിൽ പെട്ടെന്ന് സൈനോസ്ഡായി പോവും. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. പെട്ടെന്ന് ശരീരം മുഴുവനും കരിനീലിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് ഓടുന്നത് ഹോസ്പിറ്റലിലേക്ക്. ചിലപ്പോൾ നമ്മളൊന്ന് പൊതിഞ്ഞ് വെക്കാത്തതിൻ്റെ, നന്നായിട്ട് റാപ്പ് ചെയ്യാത്തതിൻ്റെ പേരിലായിരിക്കും നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്ന ടെൻഷൻ മുഴുവനും. അപ്പോൾ അതൊന്നും വരാതെ കുഞ്ഞിനെ വളരെ കെയർഫുള്ളായിട്ട്, കാരണം നമുക്കറിയാം യൂട്രസിനുള്ളിൽ അത് വളർന്ന് വന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് പെട്ടെന്നൊരു നമ്മുടെ ഒരു നോർമൽ അറ്റ്മോസ്ഫിയറിലേക്ക് അത് വരുമ്പോൾ അതിന് കൊടുക്കേണ്ട കെയറും അതിന് കൊടുക്കേണ്ട ഒരു രീതിയുമൊക്കെ പ്രത്യേകതയുണ്ട്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. പിന്നെ പ്രത്യേകിച്ചും കുഞ്ഞൊന്ന് മൂത്രമൊഴിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഇച്ചിടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ, അപ്പം മോഷൻ പോവുകയൊക്കെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നനയും. അപ്പോൾ അതിനുവേണ്ടി കുഞ്ഞ് കരയും. ഇത് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും, എടുത്തു വെച്ച് പാല് കൊടുക്കും. ഇതൊക്കെ വളരെ കോമൺലി ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന അമ്മമാരുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എവിടെയും നമുക്ക് തെറ്റിപ്പോവാതെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കുക. അപ്പോൾ കുഞ്ഞിന് നനവോ ഈർപ്പമോ വരാതെ
കൃത്യമായിട്ടുള്ള ക്ലീനിങ് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നാൽപ്പാമരാതി ചൂർണം പോലെയുള്ള പൊടി ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ച് നമ്മൾ അരിച്ചു വെച്ചിരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് അപ്പോഴപ്പോഴ് നമുക്ക് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കുഞ്ഞിനെ നമുക്ക് അങ്ങനെ കെയർ ചെയ്യാൻ പറ്റും. അതുപോലെ അമ്മയെ നമ്മൾ പരിചരിക്കും പോലെ കുഞ്ഞിനെ നമ്മൾ എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളിപ്പിക്കുന്നൊരു രീതിയുണ്ട്. അപ്പോൾ അതിന് ആ പൊടിയിട്ട് വെള്ളം തിളപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അതേപോലെ തന്നെ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്ന രീതി, കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ എണ്ണ തേക്കുക, കുഞ്ഞിൻ്റെ തലയിൽ എണ്ണ തേക്കുക, കുഞ്ഞിനെ കുറച്ച് സമയം ഒന്ന് ഒരു റിലാക്സ് ചെയ്യിച്ചിട്ട് പതിയെ ചെറിയ ചൂടുവെള്ളത്തിൽ ദേഹം കുളിപ്പിക്കുക. തലയിലും വളരെ കുറച്ച് ലിമിറ്റഡ് ടൈമിൽ വേണം നമ്മളതെല്ലാം ചെയ്യാനായിട്ടെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും നമുക്കൊരു ചിന്ത വേണ്ട, അയ്യോ കുഞ്ഞിനെ ഇങ്ങനെ കുളിപ്പിക്കും. പക്ഷേ പുക്കിൾ കൊടി വീണതിന് ശേഷം മാത്രമേ നമ്മൾ കുഞ്ഞിനെ കുളിപ്പിച്ച് തുടങ്ങുള്ളൂ. അതുവരെ നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്തെടുക്കുകയുള്ളൂ, ജസ്റ്റ് ഒന്ന് ഒന്ന് തുടച്ചെടുക്കത്തേ ഉള്ളൂ. നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുക്കും, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ രാസനാദിപ്പൊടി തുളിക്കുന്നതും നമുക്കറിയാം, ആൻറ്റീരിയർ ഫോണ്ടനലി ഒന്നും ഒട്ടും ഇതായിട്ടുണ്ടാവില്ല, ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് രാസനാദിപ്പൊടി വെച്ച് തിരുമൊന്നും ചെയ്ത് കളയരുത്. അപ്പോൾ രാസനാദിപ്പൊടി വെറുതെ തുളിച്ചു കൊടുക്കുകയും ചെയ്യാവുള്ളൂ. അപ്പോൾ അത്രയും കെയർ എടുത്ത് വേണം നമ്മളൊരു ന്യൂ ബോണിനെ ശ്രദ്ധിക്കാൻ. അതുപോലെ പുക്കിൾ കൊടി കൊഴിഞ്ഞു പോയിരുന്നാലും അവിടെ നമ്മൾ എണ്ണ വച്ചിട്ടാണ് നമ്മൾ പിന്നെ, അതായത് മുറിവെണ്ണ പോലെ അല്ലെങ്കിൽ അത്രയും സേഫായിട്ടുള്ള വെളിച്ചെണ്ണയിൽ ഉപ്പൊക്കെ ഇട്ട് ചെറിയ വെയിലത്ത് വെച്ച് ചൂടാക്കിയിട്ട് ആ എണ്ണയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കുളിപ്പിച്ചു തുടങ്ങുക. അപ്പോൾ അതുകൊണ്ടൊന്നും എന്താ പറയുക, നമ്മൾ അത്രയും പ്രിക്കോഷൻ എടുത്താണ് ആയുർവേദത്തിൻ്റെ കെയർ കൊടുക്കുന്നത്. ശരിക്കും നമ്മളിങ്ങനെ മരുന്നുകളുടെ പേര് ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞു തരുന്നതല്ല, പക്ഷേ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതൊക്കെ അശാസ്ത്രീയമാണ്, ഇങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു വിഭാഗത്തിനിടയിൽ നമ്മളിപ്പോൾ കടന്നു പോകുന്നത് കൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. വളരെ ശാസ്ത്രീയമായിട്ട് വളരെ കൃത്യതയോടുകൂടിയാണ് ഓരോ ന്യൂ ബോൺസിനെയും ആയുർവേദം പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള, അപ്പം ഈ പറയുന്ന മരുന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞതുപോലെ, പുക്കിളിൽ ഈ മരുന്ന് വെക്കുന്നത് എന്തിനാ? അങ്ങനെ വെക്കുന്നത് കൊണ്ട് ആ പുക്കിൾ വീണ്ടും പഴുക്കാനോ അത് ഉണങ്ങാതിരിക്കാനോ ഒന്നും സഹായിക്കില്ല. അപ്പോൾ നല്ല രീതിയിൽ അത് ഉണങ്ങി അത് അതിൻ്റേതായ രീതിയിൽ അമ്പിളിക്കൽ ആ ഒരു ഏരിയ നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും. കുഞ്ഞിനെ നന്നായിട്ട് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ചെറിയ കാലത്ത് നമ്മൾ കാണുന്ന കരപ്പൻ പോലുള്ള ഒരുപാട് സ്കിൻ ഡിസീസ് കുഞ്ഞുങ്ങൾക്ക് വരുന്നില്ല, അവർ ഡ്രൈനെസ് വരുന്നില്ല. അതുപോലെ തലയിൽ എണ്ണ വെച്ച് കുളിക്കുന്നത് കൊണ്ട് നീർവീഴ്ചയോ ജലദോഷമോ തുമ്മലോ മൂക്കൊലിപ്പോ ഒന്നും കുഞ്ഞിന് വരുന്നില്ല. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ഒരു മോഡേൺ യുഗത്തിൽ പലരും ഈ എണ്ണ തേപ്പിച്ചുള്ള കുളി അഡൽട്സും ചെയ്യാറില്ല, കുഞ്ഞുങ്ങൾക്കും ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വരാതെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയാലേ പറ്റൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വരുന്ന ഓരോ ചെറിയ അസുഖങ്ങളുടെയും പിന്നിൽ അമ്മയുടെ ഭക്ഷണ രീതിയും അമ്മയുടെ ശ്രദ്ധയില്ലായ്മയും ഉണ്ട്. ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ അമ്മയുടെ ആഹാരത്തിൽ ഒരുപാട് എരിവും പുളിവും ഉപ്പും ഒക്കെ ചേർന്ന ആഹാരങ്ങൾ കഴിക്കുകയോ ഒരുപാട് പിക്കിൾസ് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന അമ്മമാരാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോൾ തന്നെ, അവരുടെ ഗർഭിണി അവസ്ഥയിൽ തന്നെ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കണ്ണിൽ പീള കിട്ടിയ കുഞ്ഞുങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ഇൻഫെക്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ശരീരത്തിൽ മുഴുവൻ റെഡ് റാഷസ് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള റെഡ് റാഷസ് ഒന്നുമില്ലാതെ നമുക്ക് അതിനുശേഷവും ന്യൂ ബോൺസിനെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിന് അമ്മയുടെ ഭക്ഷണം വളരെ പ്രധാനമാണ്. കാരണം അമ്മയുടെ പാലാണല്ലോ കുഞ്ഞ് കഴിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പാൽ എത്രത്തോളം ശുദ്ധിയുള്ളതാണോ, എത്രത്തോളം രോഗമുണ്ടാക്കാത്തതാണോ, അതിനനുസരിച്ചിരിക്കും കുഞ്ഞിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ അമ്മയുടെ പാല് മാത്രം കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാർ അവരുടെ ആഹാരത്തിലും അവർ കുടിക്കുന്ന വെള്ളത്തിൽ പോലും അവരുടെ ശ്രദ്ധ വളരെയേറെ വേണം. പ്രത്യേകിച്ചും അവരുടെ മനസ്സിൻ്റെ മനോബലവും അതേപോലെ തന്നെ മനസ്സിന് യാതൊരു സംഘർഷങ്ങളില്ലാതെയും ഒക്കെ പോകേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ അധികരിച്ചു വരുന്ന ഈ കാലത്ത് ഈ ഡിപ്രഷൻ അനുഭവിക്കുന്ന അമ്മയുടെ നമുക്കറിയാം മനസ്സിൻ്റെ, അഥവാ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോലും സൂക്ഷ്മാംശം ആഹാരമായി മാറുകയാണ്. സൂക്ഷ്മാംശം മനസ്സായി മാറുകയാണ് കഴിക്കുന്ന ആഹാരത്തിൻ്റെ. അപ്പോൾ ഇത് മനസ്സായി മാറാൻ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല മനസ്സിനുടമകളാവണം. അപ്പോൾ അതിന് ഫാമിലിയുടെ നല്ല സപ്പോർട്ട് വേണം, സമൂഹത്തിൻ്റെ നല്ല സപ്പോർട്ട് വേണം. എന്നാൽ മാത്രമേ ഒരു അമ്മയ്ക്ക് ഈ ഒരു സമയത്ത് പിടിച്ചു നിൽക്കാനാവുള്ളൂ. പിന്നെ അമ്മ തന്നെ എന്ത് വേണം? ഈ പറയുന്ന പ്രാണായാമങ്ങളും, കാരണം നമുക്ക് വലിയൊരു എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും നല്ല പ്രാണായാമങ്ങൾ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിനെ ബലപ്പെടുത്തി മുന്നോട്ട് പോവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ ഒരു കാലയളവ് കൃത്യമായിട്ടും 2 മണിക്കൂറിലൊരിക്കൽ പാല് കൊടുക്കാതെ തന്നെ ഓരോ ബ്രസ്റ്റിൽ നിന്നും 15 മിനിറ്റ് വീതം അങ്ങനെ മാറി മാറി കൊടുക്കണം. ഇല്ലെങ്കിൽ പാല് കെട്ടി നിന്ന് അമ്മയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പം അതും വരാൻ പാടില്ല. പിന്നെ നല്ലൊരു വേദഗുളിയാണെങ്കിൽ അമ്മയ്ക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരാതെ സൂക്ഷിക്കാം. പിന്നെ നടുവേദന, അതേപോലെ തന്നെ അനസ്തേഷ്യയൊക്കെ എടുക്കുന്നതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ തന്നെ ഒരു നോർമൽ ഡെലിവറിയിൽ ഒരമ്മ അനുഭവിക്കുന്ന സ്ട്രെസ്സും ആ ഒരു സ്ട്രെയിനും ഒക്കെ ഒന്ന് കവർ ചെയ്ത് നോർമൽസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടുന്ന എല്ലാ പരിചര്യവും നമ്മൾ ചെയ്തു പോകുന്നുണ്ടാവും. പക്ഷേ അവിടെയൊന്നും ന്യൂ ബോണിന് കിട്ടേണ്ട കരുതലുകളും അവർക്ക് കിട്ടേണ്ട പരിചരണവും ഒന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. ഇതേപോലെ തന്നെ കൃത്യമായിട്ടും ഈ ഒരു പറയുക ഒരു 6 months മുതലാണല്ലോ നമ്മൾ സോളിഡ് ഫുഡ് കൊടുക്കുന്നത്. പക്ഷെ ഡയറക്റ്റ്ലി നമുക്ക് 6ാം മാസത്തിൽ ഈ അന്നപ്രാശത്തിൻ്റെ സമയം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു സോളിഡ് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിന് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യൂല. അപ്പോൾ അതിനു മുൻപേ നമ്മൾ ആ കുഞ്ഞിൻ്റെ വയറിനെ ഒന്ന് ഡൈജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു നല്ല രീതിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെ നമ്മൾ സഡൻലി നമുക്ക് ഈ കൂവരകോ, അല്ലെങ്കിൽ പലപ്പോഴും കാണുന്നത് എങ്ങനെയാണ്, മുലപ്പാൽ അങ്ങോട്ട് വിഡ്രോ ചെയ്യാൻ തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും കൂവരക കാച്ചി കൊടുക്കുക, അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയത് കൊടുക്കുക. ഇതാണ് നമ്മൾ കാണുന്ന രീതി. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയതും കൂവരകും ഒക്കെ ദഹിക്കാനുള്ള ഒരു സാഹചര്യം കൂടി അതിന് മുന്നേ നമ്മുടെ കുഞ്ഞിൻ്റെ വയറിന് ഉണ്ടാക്കി കൊടുക്കണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിന് മുന്നേ തന്നെ മുസമ്പിയും ഓറഞ്ചും ജ്യൂസുകൾ പ്രിപ്പയർ ചെയ്യുക. അത് ഏറ്റവും മാക്സിമം ഡൈല്യൂഷനിൽ, കോൺസെൻട്രേറ്റഡ് ഫോമിൽ കുഞ്ഞിന് ദഹിക്കില്ല. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള അത്തരം ഫ്രൂട്ട് ജ്യൂസസ് മാക്സിമം ഡൈല്യൂഷനിൽ കുഞ്ഞിന് കൊടുത്തു തുടങ്ങണം. ഏത് മാസം മുതൽ നമ്മൾ കൊടുക്കും? ഒരു 4ാം മാസം മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങണം പതിയെ. അപ്പോൾ വീനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്നാണ്. അല്ലാതെ ഡയറക്റ്റ്ലി നമുക്ക് സഡനായിട്ട് നമുക്ക് 6 monthsലേക്ക് പോകാൻ പറ്റില്ല. സോ 4ാം മാസം മുതൽ പതുക്കെ ഓറഞ്ച് ജ്യൂസും അതേപോലെ തന്നെ മുസമ്പി ജ്യൂസും മാറി മാറി ഓരോ ദിവസങ്ങളിൽ മാക്സിമം ഡൈല്യൂഷനിൽ ഒരു 150 ml വെള്ളമൊക്കെ കൂടുതൽ ചേർത്ത്, ഒരു 50 ml ജ്യൂസിൽ 150 ml വെള്ളമൊക്കെ ചേർത്ത് അത്രയ്ക്കും. പിന്നെ മധുരത്തിന് ഒരിക്കലും പഞ്ചസാര ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നമുക്ക് പനങ്കൽക്കണ്ടം പോലെയുള്ള അങ്ങാടിക്കടയിൽ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മധുരങ്ങളുണ്ട്, മാച്ചീനി പോലെയുള്ള മധുരങ്ങളുണ്ട്. അതും നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ വൃത്തിയായിട്ട് കഴുകി അരിച്ച് ഉരുക്കിയെടുക്കണം. അത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. നമുക്ക് ആവശ്യാനുസരണം ആ മധുരം ചേർക്കാം. ആ മധുരം ചേർത്തായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു വയറിൻ്റെ ഒരു ഡൈജസ്റ്റീവ് പവറിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം പതുക്കെ പതുക്കെ നമ്മൾ ആ സെമി സോളിഡ് ഫുഡിൽ നിന്ന് നമ്മൾ പതുക്കെ സോളിഡ് ഫുഡിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആദ്യം ലിക്വിഡ് ഡയറ്റ് കൊടുക്കുക, അത് കഴിഞ്ഞ് സെമി സോളിഡായിട്ട് നമ്മൾ കൂവരകും അതേപോലെ തന്നെ ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയതുമൊക്കെ കൊടുക്കാം. ഈ വീട്ടിൽ ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയതെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ആ നടുക്കുള്ള കറുത്ത നാര് അത് കളയണം. പലപ്പോഴും അത് ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് പ്രശ്നം വരും. അപ്പോൾ പിന്നീട് പെട്ടെന്നൊരു പീഡിയാട്രീഷ്യൻ്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും ഇവരിത് പറയുന്നുണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ ഏത്തയ്ക്കാപ്പൊടി കൊടുത്തത് കൊണ്ട് എന്തോ ദോഷം വന്നു എന്നുള്ളതായിരിക്കും വരിക. അപ്പം ഇത് കൃത്യമായിട്ട് കൺവേ ചെയ്യാത്തത് കൊണ്ട് വിഷയം വരും. ഇനി 2, ഒരുപാട് കോൺസ്റ്റിപ്പേഷനുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്ക് ഏത്തയ്ക്കാപ്പൊടി കുറുക്കിയത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ അത് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത്രയും ഡൈല്യൂഷനിലായിരിക്കണം കൊടുക്കുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഏത്തയ്ക്കാപ്പഴം നന്നായിട്ട് പുഴുങ്ങിയിട്ട് അതിനെ നമുക്ക് സെമി സോളിഡ് ഫോമിൽ കൊടുത്തുകൂടാ? എങ്കിൽ ഈ പ്രശ്നം വരില്ല, ഇൻഡൈജഷൻ്റെ വിഷയം വരില്ല, കോൺസ്റ്റിപ്പേഷൻ്റെ വിഷയം വരില്ല. പക്ഷെ നമ്മൾ സ്റ്റിക്ക് ഓണാണ്. നമ്മൾ പണ്ട് മുതലേ കണ്ടുവരുന്ന കാര്യം അത് അതേപോലെ അനുവർത്തിച്ചു പോന്നു. അതിൽ നിന്ന് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, നമ്മളുടെ ഇപ്പോഴത്തെ രോഗാവസ്ഥകൾ, നമ്മളുടെ ഇപ്പോഴത്തെ ആ ഒരു രീതി, നമ്മുടെ ജീവിതചര്യ, ഇതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ഡയറ്റും നമ്മുടെ ഔഷധങ്ങളും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതേപോലെ കൂവരക് നല്ലൊരു പ്രോട്ടീൻ സപ്ലിമെൻ്റാണ്, ഏറ്റവും നല്ലൊരു ഡയറ്റാണ്. പക്ഷേ കുഞ്ഞുങ്ങളെ നല്ല ഈ വളരെ ചബ്ബി ആക്കാനൊക്കെ നമുക്ക് വളരെ നല്ലതായതുകൊണ്ട് അമ്മമാരിത് വളരെ യഥേഷ്ടം കൊടുക്കുന്നുണ്ട്. അമ്മമ്മമാരൊക്കെ നിർബന്ധിച്ച് കൊടുപ്പിക്കും. ചെയ്യേണ്ടത് ഒറ്റ കാര്യം ശ്രദ്ധിച്ചോളുക, പെട്ടെന്ന് ജലദോഷപ്പനിയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ, പെട്ടെന്ന് തണുപ്പ് വന്നിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ, കാരണം നമുക്കറിയാം ഓരോ കുഞ്ഞുങ്ങളും ഓരോ പ്രകൃതിക്കാരാണ്. ചിലപ്പം കഫപ്രകൃതി കൂടുതലുള്ള കുഞ്ഞുങ്ങളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൂവരക കാച്ചിയത് കൊടുക്കാൻ പറ്റില്ല ഒരുപാട്. അവിടെ നമ്മൾ ഡൈല്യൂഷൻ കൂട്ടേണ്ടി വരും. പക്ഷേ പിത്തപ്രകൃതിക്കാരോ വാദപ്രകൃതിക്കാരോ ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ട് വരില്ല. അവർക്ക് നമുക്ക് കൂവരക കൊടുക്കാൻ പറ്റും. പക്ഷേ അപ്പോൾ ഇത് ഒരു ഡോക്ടർക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് പറയുന്നത്, ഓരോ മാസവും നമ്മൾ കൃത്യമായിട്ടും ഡോക്ടറെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വേണം കുഞ്ഞിൻ്റെ ആഹാരം പോലും.
വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴാണ് അടിക്കടി അവർക്ക് വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവേണ്ടി വരുന്നത്. അപ്പോൾ അത് വരാതെ കുഞ്ഞിൻ്റെ ആ ഒരു ശരീരബലത്തിനെ നമ്മൾ തന്നെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഒട്ടനവധി രോഗങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, ജനറ്റിക്കായിട്ട് വരുന്ന രോഗങ്ങൾ ഒഴികെ ബാക്കി എല്ലാ രോഗങ്ങളും അത് കുഞ്ഞിനാവട്ടെ മുതിർന്നവർക്കാവട്ടെ എല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്ന രോഗങ്ങളാണ്. ശ്രദ്ധയില്ലാത്ത നമ്മുടെ ജീവിതചര്യ, ശ്രദ്ധയില്ലാത്ത നമ്മുടെ ആഹാര രീതി, ശ്രദ്ധയില്ലാത്ത നമ്മുടെ ഉറക്കം, ശ്രദ്ധയില്ലാത്ത നമ്മുടെ വ്യായാമം, ഇതുകൊണ്ടാണല്ലോ നമുക്ക് ഈ രോഗങ്ങളൊക്കെ തന്നെ വരുന്നത്. അപ്പോൾ അത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 6 months ആകുമ്പോഴത്തേക്ക് നമുക്ക് സോളിഡ് ഡയറ്റിലേക്ക് പോകാം. അവിടെയും എപ്പോഴും ഈ പരിപ്പും പപ്പടവും അല്ലെങ്കിൽ ഉപ്പും ചോറും മാത്രം കൊടുക്കുന്ന രീതി അതും നമ്മൾ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞിന് പരിപ്പും പപ്പടവും ഉപ്പും മാത്രം കൊടുത്താൽ പോരാ, എല്ലാ വെജിറ്റബിൾസും നമുക്ക് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കണം. അതൊന്നും നമുക്ക് ഡയറക്റ്റ് ഓൾ ഓഫ് എ സഡൻ നമുക്കൊരിക്കലും ഒരു ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നന്നായിട്ട് വേവിച്ച് കൊടുക്കാൻ പറ്റുന്നതിനെ വേവിച്ച്, അല്ലാതെ റോയായിട്ട് നമുക്ക് പറ്റുമെങ്കിൽ അതിനെ ജ്യൂസാക്കി അത് കുഞ്ഞിനെ എങ്ങനെ ഡൈജസ്റ്റബിൾ ഫോമിലാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ പല കുഞ്ഞുങ്ങളും പലപ്പോഴും വെജിറ്റബിൾസ് കഴിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. അപ്പോൾ നമുക്കതിനെ നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്ത് ഒരു പക്ഷേ നമ്മൾ ദോശമാവിലോ ഇഡലി മാവിലോ ഒക്കെ മിക്സ് ചെയ്ത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെയും നമ്മൾ ആ കുഞ്ഞിനത് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ എന്താ പറയുക, ഇലകളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഈ ചോറിൻ്റെ കൂടെ തന്നെ നെയ്യും ചോറും ഒക്കെ ചേർത്ത് വഴറ്റി കൂട്ടത്തിൽ അല്പം മുരിങ്ങയിലേക്ക് ഇട്ട് നമുക്ക് വഴറ്റി അങ്ങനെ നമുക്ക് ചോറിലൂടെ അവർക്കത് ഇൻടേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം അവരിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ വളരെ ശ്രദ്ധയോടെ ഒരമ്മ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, അമ്മ മാത്രം പോരാട്ടോ, ഒരു ഫാമിലിനെ മുഴുവൻ അച്ഛൻ്റെയും മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെയും സമൂഹത്തിൻ്റെയും ഒക്കെ ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ ഇവിടെ തുടങ്ങും ഇവരുടെ സ്വഭാവ രൂപീകരണം പോലും. അല്ലാതെ ഒരിക്കലും ഡിമാൻഡ് ചെയ്യുമ്പോൾ, കുഞ്ഞ് കരയുമ്പോൾ പാല് കൊടുക്കാനിരിക്കുന്ന രീതി മാറ്റി ഓരോ ഭക്ഷണവും അതിൻ്റെതായ രീതിയിൽ മനസ്സിലാക്കി അവരുടെ ജീവിതചര്യ, അതുപോലെ എല്ലാ ദിവസവും ഒരേ സമയത്ത് കുളിപ്പിക്കുക, ഒരേ സമയത്ത് ആ ഫുഡിൻ്റെ ടൈം ഇൻ്റർവെല്ലൊക്കെ കറക്റ്റ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇൻ ടൈമിൽ ഫുഡ് കൊടുത്ത് നല്ല രീതിയിൽ നല്ലൊരു ന്യൂ ബോൺ മുതൽ അങ്ങോട്ടുള്ള ഈ ഒരു കാലയളവിൽ നമുക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ആ ഒരു കെയർ കൊടുത്ത് നമുക്ക് ഓരോരുത്തർക്കും മുൻപോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.